Once again, welcome back to KCS Open University. KCS Open യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസ് എത്രയാണ്? കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്പർ 1 അഡ്മിഷൻ ഫീസ് എത്രയാണ്? നമ്പർ 2 അതിനുശേഷം ബാക്കിയുള്ള സെമസ്റ്റർ ഫീസ് എത്രയാണ്? ദെൻ അഡ്മിഷൻ എടുക്കാനുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ദെൻ ഓൺലൈൻ കോച്ചിങ്ങിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. അപ്പൊ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൺലൈൻ ആയിട്ട് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഓൺലൈൻ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ ഉണ്ടായിരിക്കും. അതിന്റെ റെക്കോർഡ് ഇട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. എല്ലാ സെമസ്റ്ററിലെയും എല്ലാ പേപ്പേഴ്സിനും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് മുതൽ നമ്മൾ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് അഡ്മിഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷന് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് കഫേയിലോ അതല്ലെങ്കിൽ ജനതാ സർവീസ് സെൻറ്റർ അതുപോലെ തന്നെ അക്ഷയ ഇങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കും. ബട്ട് അതിനേക്കാൾ ഉപരി നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഉള്ള ഗുണം, സാധാരണ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അക്ഷയയിലൊക്കെ പിന്നെ നിങ്ങളെ നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നിട്ട് അറിയിക്കൊന്നുമില്ല. എക്സാമിൻ്റെ സമയത്ത് എക്സാം ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ അവിടെ ജോയിൻ ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് പ്രോപ്പറായിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും. അഡീഷണൽ വേറെ പൈസ ഒന്നും നമ്മൾ മേടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്താൽ ഉണ്ടാകുന്ന ഗുണം ഇതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞേ. സോ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് UG പ്രോഗ്രാമിൻ്റെ ഫീ സ്ട്രക്ചർ. അപ്പോൾ BA BComന് 4 ഇയർ UG ആണ്, നമുക്കറിയാം. അതിൽ 3-ാമത്തെ വർഷം വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാം. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഫീ ആണിത്. അഡ്മിഷൻ ഫീ ആൻഡ് പ്രോസ്പെക്ടസ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു 350. ദെൻ അഫിലിയേഷൻ ഫീ ഒരു 350, മെട്രിക്കുലേഷൻ ഫീ 120, എലിജിബിലിറ്റി ഫീ 250, ട്യൂഷൻ ഫീ നിങ്ങൾക്ക് 2860 വരുന്നു. അത് മെറ്റീരിയൽ, അസൈൻമെൻറ്റ് ഫീ, കൗൺസിലിംഗ് ഫീ ഒക്കെ കൂടിയിട്ട് ID കാർഡിന് 100, സ്പോർട്സ് ആൻഡ് മീറ്റ്, സ്റ്റുഡൻറ്റ് വെൽഫെയർ ഫണ്ട്, അങ്ങനെ ടോട്ടൽ 4530 ആണ് നമുക്ക് ഒരു സെമസ്റ്ററിൽ വേണ്ടി വരുന്ന അഡ്മിഷൻ ഫീ. ഫസ്റ്റ് സെമസ്റ്ററിൽ വേണ്ടി വരുന്ന അഡ്മിഷൻ ഫീ. ദെൻ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സർവീസ് ചാർജ് കൂടി ഇതിൻ്റെ കൂടെ വരും. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4830 രൂപയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടതായിട്ട് വരാം. ഓക്കെ, ഇനി അതിനുശേഷം സെക്കൻഡ് സെമസ്റ്റർ മുതൽ നിങ്ങൾക്ക് 2860 ആണ് നമുക്ക് വരുന്നത് ബാലൻസ് ഉള്ള സെമസ്റ്ററുകളിൽ. അപ്പോൾ ഇതാണ് ഫീ സ്ട്രക്ചർ BA BCom സ്റ്റുഡൻസിന് വരുന്നത്. ഇനി BBA ആണെങ്കിൽ ഫീസ് കുറച്ചും കൂടിയും കൂടും. BBAക്ക് അഡ്മിഷൻ ഫീ 350, അഫിലിയേഷൻ ഫീ 350, 120, 250, എലിജിബിലിറ്റി ഫീ ഇവിടെ ഫീസ് കുറച്ചും കൂടി കൂടി 3660 ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 5330 പ്ലസ് ഒരു 300 ഒരു 5630. സർവീസ് ചാർജ് അടക്കം 5630 വരും. ഇത് ഈ എമൗണ്ടിൻ്റെ കൂടെ അഡ്മിഷൻ എടുക്കുമ്പോൾ വരുന്ന ചെറിയൊരു എമൗണ്ട് കൂടി ഉണ്ട്, ഒരു 300 റുപ്പീസ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടുള്ള സബ്മിഷനും മറ്റു കാര്യങ്ങൾക്കും. അപ്പോൾ അങ്ങനെ 5330 പ്ലസ് 300 ആണ് നിങ്ങൾക്ക് വരാം. സോ ദാറ്റ്സ് അബൌട്ട് അഡ്മിഷൻ ഫീ. ഇനി സബ്സിക്വൻറ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത് BBAക്ക് ആണെങ്കിൽ 3660 ആണ് വരുന്നത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് എന്താണ് UG പ്രോഗ്രാമിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി BCom BBA ഈ 2 കോഴ്സസിനുമാണ് നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസ് റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ദിവസങ്ങളായി കുട്ടികൾ പറയുന്നു. അത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കാതിരിക്കുക. അഡ്മിഷൻ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക. കേരളത്തിൽ ഇനി മറ്റ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇത് തന്നെയാണല്ലോ. ദെൻ ഇഗ്നോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ്. കാരണം ഇവിടെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഓക്കെ,
അവിടെ ജസ്റ്റ് ജനറൽ മാത്രമാണ് ഉള്ളത്. അതിനേക്കാൾ ബെറ്റർ ഇത് തന്നെയാണ്. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.